രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, പ്രതിഷേധം ഇരമ്പുന്നുണ്ട് പാലക്കാട്ട്. പുതിയ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ, വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നു BJP. മുൻപ് വിവാദം സജീവമായി നിന്നപ്പോഴും പ്രതിഷേധിക്കാൻ BJPയും യുവമോർച്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പുതിയ തുടക്കമോ? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും BJPയുടെ ഭാഗത്തു നിന്ന് ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെയുള്ള പുതിയ ഓഡിയോ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതിഷേധവും ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്. MLA ഓഫീസിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. MLA ഓഫീസിന് പരിസരത്ത് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് ഈ മാർച്ച് തടയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ നേരത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്
കോൺഗ്രസ് തങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരു MLA അല്ലെങ്കിൽ വ്യക്തി, ആ വ്യക്തിയെ പിന്നീട് പാലക്കാട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പാലക്കാട് കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി പാലക്കാട്ടെ ഓരോ വീടുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീയോട് ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതും അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും ഒക്കെ ആയുള്ള ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഓഡിയോ സന്ദേശത്തിലാണെങ്കിൽ ആ പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ ഗർഭചിത്രത്തിനും മറ്റുമൊക്കെ നിർബന്ധിക്കുന്നു. ഏതായാലും അത് സ്ത്രീ സമൂഹത്തോട് ഒന്നടങ്കമുള്ള ഒരു അപമാനിക്കലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJP ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത്തരം ഒരു വ്യക്തി എങ്ങനെയാണ് MLA ആയി കൊണ്ടു നടക്കുകയും ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ഇദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ നിരന്തരം ഫേസ്ബുക്കിലൂടെ പുതിയ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ട് തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന തരത്തിൽ ഇതിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസും രാഹുലും ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൂടുതൽ ശക്തമായ പ്രതിരോധത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നു. കാരണം പ്രധാനമായിട്ടും ഈ ഓഡിയോ രാഹുലിൻ്റെതാണോ എന്ന കാര്യത്തിൽ രാഹുൽ ഇന്നും മറുപടി പറഞ്ഞില്ല. നമ്മൾ മാധ്യമങ്ങൾ എടുത്ത് ചോദിച്ചു ഇത് രാഹുലിൻ്റെതാണോ ഓഡിയോ, അല്ലെങ്കിൽ രാഹുലിനത് നിഷേധിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല രാഹുലാണെങ്കിൽ താൻ മാധ്യമങ്ങളെയാണ് പഴിക്കുന്നത്. മാധ്യമങ്ങൾ നൽകുന്ന ഓഡിയോകളും വാർത്തകളും ഒക്കെ തെറ്റാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് പോലും ഫയൽ ചെയ്യാത്തത്? 3 മാസ കാലയളവിലായി ഇത്തരം വിഷയങ്ങൾ പുറത്തു വന്നിട്ട്, ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിട്ട്. അപ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ ഡിഫമേഷനോ മറ്റോ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും അവർ പാലക്കാട് കൊണ്ടുവന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് നഗരസഭയിലെ വോട്ടർമാർക്കിടയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഓഡിയോ